ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. So ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആർ യു ഓക്കെ വിത്ത് ദാറ്റ്? അതെ. ഇത് യൂട്യൂബിലിടും ആസ് എ കേസ് സ്റ്റഡി. ആർ യു ഓക്കെ വിത്ത് ദാറ്റ്? അതെ. ഓക്കെ. എന്താണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ട്, വളരെ സ്ട്രേറ്റ് ഫോർവേഡ്, ഒരു സിംഗിൾ സെന്റൻസിൽ അല്ല ഒരു വേർഡിൽ പറയാം. ഇത് ഇവിടെ ചോദിക്കാൻ പ്രസക്താണെന്ന് അറിയില്ല, ഞാൻ ചോദിക്കാം. അതായത് നിങ്ങളാണോ, നിങ്ങളുടെ കാര്യമാണെങ്കിൽ ചോദിക്കുക. അത് അല്ലാതെ എൻ്റെ ഭാര്യ എനിക്ക് ഭക്ഷണം തരില്ല എന്നുള്ള കാര്യം ഇവിടെ ചോദിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? ഇഫ് ഇറ്റ് ഇസ് യുവേഴ്സ്, നിങ്ങളുടെ റിലേറ്റഡ് ആണ്, നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, നിങ്ങളാണ് ഡിസിഷൻ മേക്കർ ആണെങ്കിൽ ജോലി ചെയ്യുന്നു, ശമ്പളം കിട്ടുന്നു, പക്ഷേ സേവിങ്സ് ഇല്ല. ഓക്കെ, ഗ്രേറ്റ്. നോ സേവിങ്സ് അല്ലേ? റൈറ്റ്. എത്ര കാലമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? 20 വർഷമായിട്ട്. 20 വർഷമായിട്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും 20 വയസ്സിന്റെ മേലെയുള്ള ഒരാളായിരിക്കും. എത്ര വയസ്സായി? 45. 45. കല്യാണം കഴിച്ച ആളാണോ? അതെ. ഓക്കെ. കുട്ടികളുണ്ടോ? അതെ. ഓക്കെ. എത്ര കുട്ടികളുണ്ട്? 2 പേര്. 2 പേര്. മൂത്ത ആളുടെ വയസ്സ് എത്രയായി? അയാള് 19. ഓക്കെ. എന്താ ചെയ്യണത്? പഠിക്കണ്ടോ? എന്താ ചെയ്യണത്? അതെ, ഡിഗ്രി പഠിക്കുന്നു. ഡിഗ്രിക്ക് പഠിക്കാണ്. ഓക്കെ. ആ കുട്ടിന്റെ എഡ്യൂക്കേഷൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് തയ്യാറെടുത്തിട്ടുള്ളത്? ഇപ്പോ ഇതുവരെ ഭംഗിയായിട്ട് പഠിക്കുന്നു. ഇനിയും ഇതുപോലെ എങ്ങനെ പോകും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ. ബാങ്കിൽ വല്ല സേവിങ്സ് ഉണ്ടോ? ഇല്ല. സീറോ ആണോ? അതെ, സീറോ അല്ല, ഒരു 10,000 അങ്ങനെയൊക്കെ. 10,000. ഓക്കെ. നിങ്ങൾ ആരാന്ന് പറയണ്ട, എന്ത് ഇൻഡസ്ട്രി ഒന്നും പറയണ്ട കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എത്രയാണ്? അത് ഒരു 1 lakh അടുത്തൊക്കെ ഉണ്ടാവും ടോട്ടൽ ഇൻകം. Are you talking about one month? അതെ. ഓക്കെ. 1 monthൽ 1 lakh. അത് എക്സ്ക്ലൂഡിങ് ടാക്സ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് 1 lakh അല്ലെങ്കിൽ? അതെ. ടാക്സ് ഒക്കെ കൊടുത്ത് ഇൻ ഹാൻഡ് യു ആർ ഗെറ്റിംഗ് 1 lakh. Am I right? യെസ്. ഓക്കെ. വീട്ടിലെ എക്സ്പെൻസ് എത്ര വരുന്നുണ്ട്? വളരെ കുറച്ച്. എത്ര? 20. അത് കൂടാതെ നിങ്ങൾ വേറെ ചെലവാക്കുണ്ടോ? ഇല്ല, കുറച്ച് ചാരിറ്റി ഒക്കെ ചെയ്യും. ചാരിറ്റി എത്ര പെർസെന്റേജ് ചാരിറ്റി ചെയ്യല്? അതാ ഒരു കൃത്യമായെന്ന് പറയാൻ പറ്റൂല. ഏകദേശം എത്ര? സോറി, 10%. 10. ഓക്കെ. അപ്പോൾ 10,000 സാലറി പോകണം. ഓക്കെ. സാലറിന്റെ 10% പോകണം. 10,000. വേറെ എവിടെയാണ് ചെലവാണത്? വേറെ കുറച്ച് ചിട്ടികളൊക്കെ ഉണ്ടാവും. ചിട്ടി എന്ന് വെച്ചാൽ നിങ്ങൾ അത് ഡെപ്പോസിറ്റ് അല്ലേ ചിട്ടി എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ മാസം കൊടുക്കണം, അതല്ല ചിട്ടി എന്ന് പറഞ്ഞാൽ? മാസം കൊടുക്കും, ചിലപ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ വിളിച്ചെടുക്കും. ഓക്കെ. ചിട്ടി എടുക്കാനുള്ള കാരണം എന്താ? ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ? ഒരു കാരണം ഉണ്ടാവുമല്ലോ. നമ്മള് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും മാരേജ്, അല്ലെങ്കിൽ ലാൻഡ് മേടിക്കുക, അല്ലെങ്കിൽ വീട് റിപ്പയർ. അപ്പൊ അതിന് എത്ര മാസം എത്ര ഉണ്ട് അതിലേക്ക്? ഒരു 30 രൂപയോളം. 30,000 രൂപ എല്ലാ മാസം അതിലേക്ക് പോകുന്നുണ്ട്. അതെ. ഓക്കെ. അപ്പൊ അതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? അത് ശരിക്കും അവിടെ കിടക്കണില്ലേ? അത് എനിക്കറിയില്ല. അത് ഒന്ന് ഹെൽപ്പ് ചെയ്യാവും. അത് നിങ്ങളിപ്പോൾ ചിട്ടി എന്ന് പറഞ്ഞാൽ 30,000 രൂപ വ്യത്യാസ ചിട്ടിയിലായിരിക്കാം നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണോ, അല്ലെങ്കിൽ വാട്ട് ഇസ് ഇറ്റ്? ഇപ്പൊ നമ്മൾ ചിട്ടി എന്ന് പറഞ്ഞാൽ ഒരു മാസം 30,000 രൂപ നമ്മൾ ഇടുന്നു. അത് ഒരു വർഷത്തേക്കുള്ള ചിട്ടി ആയിരിക്കും. പക്ഷെ നമ്മൾ ചിലപ്പോൾ 3 മാസം കഴിയുമ്പോൾ തന്നെ അഡ്വാൻസ് ആയിട്ട് അതിൽ നിന്ന് പൈസ ഇങ്ങോട്ട് എടുക്കും. അതിൽ നഷ്ടം, അങ്ങനെ ചെയ്യുമ്പോൾ നഷ്ടം വരും നിങ്ങൾക്ക്? ഒരു ചെറിയ നഷ്ടം ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. 30,000 നമ്മുടെ കാര്യങ്ങൾ നടക്കും, പക്ഷെ നമ്മളെ ബാക്കി ഉണ്ടാവില്ല. ഇപ്പോ നമുക്ക് കല്യാണത്തിന്, ഇപ്പോ ഫാമിലി മെമ്പേഴ്സിന്റെ കല്യാണത്തിന് നമുക്ക് ഗോൾഡ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലാൻഡ് മേടിച്ചതിന്റെ കടം മേടിക്കാം. അതെ ഒരു അതൊക്കെ നടന്നുകൊണ്ട് കടങ്ങളൊന്നും ഇല്ലാതെ അത് നടന്നുകൊണ്ട്. ഓക്കെ. അതേ പറയുന്നത് റൂൾ. ഇത് നിങ്ങൾ വേറെ ഒന്നും കടങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ?
ഇല്ല ഇല്ല ഇല്ല, നമ്മളെ ഓക്കെ. ഉണ്ട്, അതൊക്കെ ഇങ്ങനെ വീടി പോയി. ബാങ്ക് ലോണ്, ഹോം ലോൺ ഒക്കെ അപ്പൊ നിങ്ങൾ അങ്ങനെ ഭാഗ്യവാനല്ലേ? അതെ, വളരെ ഭാഗ്യവാനാണ്, നിങ്ങൾ വളരെ ഭയങ്കര ഭാഗ്യവാൻ. ഭാഗ്യവാനാ. നിങ്ങൾ ഇത് ലോണും ഒന്നും എടുക്കാതെ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ ആ ഒരു കിട്ടുന്ന 1 lakh കൊണ്ട് നിങ്ങൾ ജീവിച്ച് പോകുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഭാഗ്യവാനാണ്. ഒരു സംശയമില്ല, വളരെ ഭാഗ്യം. അല്ലേ? നമുക്ക് ഇതിന്റെ സ്ട്രാറ്റജി ഒന്ന് മാറ്റിക്കൂടെ ചെറുതായിട്ട്? യെസ്, റെഡിയാണോ നിങ്ങൾ? തീർച്ചയായും. എന്ന് മുതൽ മാറ്റാൻ റെഡിയാണ്? ഇപ്പോൾ മുതൽ. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ 1 lakh കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ. 1 lakh കിട്ടുന്നത് നിങ്ങൾക്ക് അതിന് ഒരു പെർസെൻറ്റേജ് കൃത്യമായിട്ട് എല്ലാ മാസം ഓട്ടോമേറ്റഡ് ആയിട്ട് ബാങ്കിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വരെല്ലാം ബാങ്കിൽ നിന്ന് തന്നെ ചെയ്യാം, ഒരു അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റും എല്ലാ മാസവും. ആ, ഓക്കെ, ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. ഓക്കെ. എത്ര ചെയ്യാൻ പറ്റും? ഒരു 10%. ഓക്കെ. നിങ്ങൾ പറയാം. നിങ്ങളെ മക്കളുടെ ഇതൊക്കെ നോക്കുക, അതായത് അവരെ എഡ്യൂക്കേഷൻ എല്ലാം നോക്കിയിട്ട് വേണം പറയാൻ. മനസ്സിലായല്ലേ? ആ, എത്ര മാറ്റി വെക്കും? 10. 10. ഓക്കെ. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് തൊടാൻ പാടില്ല. നിങ്ങളെ സ്വർണം വാങ്ങിക്കലും ചിട്ടി പരിപാടി ഒന്നും ഇതിൽ നടക്കൂല. ഇത് തുടരുത്. ഓക്കെ, അത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ഷുവർ. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം ആകുമ്പോഴേക്ക് എത്രയായി അത്? 1 lakh. ഒരു വർഷം കഴിഞ്ഞാൽ 1,20,000 ആയില്ലേ? യെസ്, അത് നിങ്ങളുടെ സേവിങ് അല്ലേ? തീർച്ചയായും. അതേറ്റ് വല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എവിടെയെങ്കിലും? അതെവിടെ, എങ്ങനെ ചെയ്യാ? അപ്പോൾ 1,20,000 ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കുന്നത്. നോ ഐഡിയ. ഇത് സേവിങ് ആണ്, അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ ചെയ്തത് അങ്ങനെയാണ്. ഞാൻ എൻ്റെ സാലറിയിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട് ഞാൻ എല്ലാ മാസം മാറ്റിവെച്ചു. ഒരു പ്രത്യേക സംഖ്യ ആയപ്പോൾ ഞാൻ അതിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് വാങ്ങിച്ചു. പിന്നെ ആ റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ് ഞാൻ അങ്ങോട്ട് തുടങ്ങി. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഇരിക്കുന്ന ഈ ഓഫീസൊക്കെ ആ റിയൽ എസ്റ്റേറ്റിൻ്റെ പണം കൊണ്ടുണ്ടാക്കിയതാണ്, അല്ലാതെ ഞാൻ ഉണ്ടാക്കിയതല്ല. ഓക്കെ, യു ഗോട്ട് മീ? അപ്പോൾ വെൽ പ്ലാൻഡ് ആയിരിക്കണം. അതായത് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം, എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു പറഞ്ഞിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് വേണം ഇവിടെ നിങ്ങൾ മാറ്റി വെക്കാൻ. ഓക്കെ. ഇപ്പൊ ഞാൻ ക്ലിയർ ആണ്, പക്ഷേ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നൊരു ഇപ്പൊ ആലോചിക്കണ്ട. ഇപ്പൊ നിങ്ങളുടെ ഒരു ഹാബിറ്റാണ് മാറ്റേണ്ടത്. വേറെ ഒന്നുമല്ല. ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഇപ്പം ചിന്തിക്കേ വേണ്ട. ഓക്കെ. ചിലപ്പോൾ 1 വർഷം അല്ല 2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിക്കാം. നോ ഇഷ്യൂസ് അറ്റ് ഓൾ. നമ്മൾ അതിനെ കുറിച്ചിട്ടല്ല ചിന്തിക്കേണ്ടത്. പക്ഷെ അത് മനസ്സിലാക്കുക, സ്റ്റാർട്ട് വിത്ത് എൻഡ് ഇൻ മൈൻഡ് എന്നുള്ള. അതായത് നിങ്ങൾ ഈ ഒരു അമൗണ്ട് സേവ് ചെയ്യണത് നാളെ എനിക്കൊരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ശരിയല്ലേ? അത് മനസ്സിൽ കാണാം. അത് മനസ്സിൽ കണ്ടൂടെ? തീർച്ചയായും. അതിന്റെ കാരണം ഞാൻ ഇത് തൊടാൻ പാടില്ല, അത് മനസ്സിൽ കണ്ടൂടെ? തീർച്ചയായും. ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നെന്ന് വിചാരിക്കാം, വരാതിരിക്കട്ടെ, വന്നെന്ന് വിചാരിക്കാം. ഈ പൈസ എല്ലാം പോവില്ലേ? ഉറപ്പല്ലേ? ഇന്ന് ഹോസ്പിറ്റലിൽ കയറി വന്നാൽ തന്നെ ലക്ഷങ്ങളാണ് വരുന്നത്, ശരിയല്ലേ? അതിനു വേണ്ടി വല്ലതും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടോ? ചിലർ വ്യത്യസ്ത രീതിയുണ്ട് ഇൻഷുറൻസ്. അതൊന്നും ഞാൻ ഇവിടെ പറഞ്ഞില്ല. ചിലർക്ക് തെറ്റായി തോന്നാം, ചിലർക്ക് ശരിയായി തോന്നാം. പക്ഷെ നമ്മൾ അതൊക്കെ കാണണ്ട. ഒരു എമർജൻസി അക്കൗണ്ട് കാണണ്ടേ? സോറി, കേട്ടില്ല. ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഓക്കെ, ദെൻ ഇറ്റ്സ് ഫൈൻ. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ പറയാം, ലൈഫ് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അത് ദാറ്റ്സ് ഓക്കെ. ചിലർ കമ്പനി ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക, ചിലർ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്ത്, ദാറ്റ്സ് അപ് ടു യു. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും പോയി നോക്കാം. നിങ്ങൾ 1 lakh കിട്ടുന്നുണ്ട്. ആ 1 lakhന് നിങ്ങൾ റൗണ്ട് അബൌട്ട് 20,000 വീട്ടിലെ ചെലവിന് ചാരിറ്റി 10,000. ഈ ചാരിറ്റി എന്തിന് ഇത്ര 10,000 കൊടുക്കാനുള്ള കാരണം? അത് നമ്മുടെ ഫാമിലിയിലൊക്കെ നമ്മൾ ചെയ്യേണ്ട ആളുകൾ ഉണ്ടാവുമ്പോൾ അത് വേണ്ടി വരും. ഓക്കെ, ഗ്രേറ്റ്. അത് ഒന്ന് മനസ്സിലാക്കുക. നമ്മളെ അടുത്ത് ഇല്ലെങ്കിൽ ആ നേരത്തെ ചാരിറ്റി കൊടുത്തിട്ട് നിങ്ങൾ കൊടുക്കാൻ പാടില്ല. Am I right? ഉള്ളപ്പോൾ കൊടുക്കാം. That's true. That you have to give while you have to give. ഇവിടെ നിങ്ങൾക്ക് 1 lakh കിട്ടുമ്പോൾ 10,000 ചാരിറ്റി കൊടുക്കാൻ വളരെ നല്ലതാണ്. 10% നിങ്ങൾ കൊടുക്കുന്നത് അബ്സൊല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. പക്ഷെ നിങ്ങളടുത്ത് എൻഡ് ഓഫ് ദ ഡേ, എൻഡ് ഓഫ് ദ മന്ത് നിങ്ങളെ കുടുംബത്തിനും നിങ്ങൾക്കും ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ബുദ്ധിമുട്ടില്ല, പക്ഷെ സേവിങ്സ് ഇല്ല എന്നേ ഉള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അപ്പോൾ അവിടെ 30,000 പോയി, പിന്നെ 30,000 നിങ്ങൾ ചിറ്റിന്ന് പറഞ്ഞു. അപ്പോൾ 60,000 പോയി, ബാക്കി 40,000 അവിടെ.
എവിടെയോ കൊഴിഞ്ഞു പോകണ്ടല്ലോ. ബാക്കി 40,000 ആണ്. അല്ല, ഈ 1 lakh എന്നുള്ളത് മൊത്തത്തിൽ പറഞ്ഞതാണ്. അത് വരുമ്പോ ശരിക്കൊരു 65 ഉണ്ടാവുള്ളൂ. ശരിയാണ്. അതാ ഞാൻ നേരത്തെ ചോദിച്ചത് നിങ്ങളോട്. ഞാൻ ചോദിച്ചല്ല, ടാക്സ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് 1 lakh എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ആന്ന് പറഞ്ഞു. അതെ അതെ, ഈ മറ്റേ ഇൻഷൂറും അത് മറ്റെല്ലാ കാര്യത്തിലേക്കും പോയി കഴിഞ്ഞൊക്കെ വരുമ്പോ ഇത്ര ഉണ്ടാവുള്ളൂ, 65 ഉണ്ടാവുള്ളൂ. ഓക്കെ, 65 ഉണ്ടാകുമ്പോൾ ഇപ്പോഴും ഇപ്പം ഏകദേശം 60-ൻ്റെ അടുത്ത് പോയി കിട്ടി. ഓക്കെ, 65, റൈറ്റ്. ഇത് നിങ്ങൾക്കൊരു ഹാബിറ്റാക്കി മാറ്റാൻ പറ്റുമോ? അത് ചെയ്യും. അത് ഉറപ്പാണോ? അതെ, ക്ലിയർ. എന്ത് തന്നെ ആയാലും അത് തൊടാൻ പാടില്ല. അതെ, അടുത്ത 1 വർഷം 2 വർഷം നിങ്ങൾ തീരുമാനിക്കുക, അടുത്ത ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ തൊടാൻ പോകുന്നില്ല, വാട്ട് എവർ ഹാപ്പൻസ്. ഓക്കെ, അതിന് സേവിങ് ജാർ എന്ന് പറയുന്നത്. സേവിങ് ജാർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക, അത് നിങ്ങൾ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കുക, എന്നിട്ട് അത് അവിടെ സേവ് ചെയ്യാം. ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ടും ചെയ്യാം. നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ബാങ്കിനോട് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല. നിങ്ങളത് ബാങ്കറിനോട് ചോദിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുമോ. പക്ഷേ ഒരു മാസം എല്ലാ മാസം 10,000 വെച്ച് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ചോദ്യം. അതെ. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമോ നാളെ? ഓക്കെ, ഹെൽപ്പ് ചെയ്യുമോ ഞാൻ ചോദിക്കുക. വിൽ ഇറ്റ് ഹെൽപ്പ് യു? സേവിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ആ സേവിങ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ ധൈര്യത്തിൽ? അതെ, തീർച്ചയായും പറയാമല്ലോ. ഓക്കെ, ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയോ നിങ്ങൾക്ക്? അതെ, അതൊരു നല്ലൊരു തുടക്കമായിരിക്കും. ഓക്കെ, ഹാപ്പിയാണോ? തീർച്ചയായും. 0 to 10, how much happy are you? 10. Thank you. Thank you very much. I wish you all the best. ഒരുപാട് പൈസ സേവ് ചെയ്യട്ടെ. ആമീൻ. Thank you. Right, let's move on to the next caller, please.